ഹായ് ഹലോ, നമുക്കിന്ന് മഞ്ഞ ഏരി മീൻ കറി വെക്കാം. അതിനായിട്ട് ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി അതിന് ആവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, പൊടി വർഗ്ഗങ്ങൾ, പുളിവെള്ളത്തിലിട്ടത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ചട്ടി അടപ്പ് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. അതിനകത്ത് നമ്മളൊരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 കൊച്ചു ചുമന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇത്രയും കൂടെ അരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ട് അത് ചെറിയ കളറായി വരുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴാണ് നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിന് കൂടുതൽ വേണ്ട. വെളുത്തുള്ളിയൊക്കെ ചെവയാവും കൂടുതൽ. നമ്മൾ കേരയൊക്കെ കറി വെക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ കൂടുതലിടും, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അതുപോലെ ഇതിന് കൂടുതൽ വെളുത്തുള്ളിയൊന്നും വേണ്ട, കുറച്ച് മതി വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ എണ്ണ ചൂടായി സാധനങ്ങൾ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടിവർഗ്ഗങ്ങൾ, ഞാനിതിനായിട്ട് എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഞാനിതിന് എടുത്തേക്കുന്നത്. അതിട്ട് ഇതിൻ്റെ പച്ചമണം കെടുമ്പോഴത്തേക്കിന് നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് കൊടുക്കും. വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്. എന്നിട്ട് പുളി വെള്ളത്തിട്ടിരിക്കുന്ന പുളിയും കൂടി ഇടുക. ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്, ആ വെള്ളം തിളച്ചിട്ടാണ് ഒഴിക്കേണ്ടത്. ആ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇത് തവിക്ക് ഇളക്കി മിക്സ് ചെയ്യുക. ആ അരപ്പ് കലത്തെ ചട്ടിയെ പറ്റിയിരിക്കുന്ന അരപ്പെല്ലാം വെള്ളത്തിനകത്ത് ആവണം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഇനി നമുക്ക് ഉപ്പും കൂടെ ഇടാം. ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഇത് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മളിനി മീൻ തിളയ്ക്കുന്നത്. നല്ലോണം തിളയ്ക്കട്ടെ. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. കണ്ടോ, പുളിയുടെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് മീൻ ഓരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കാം. ഇത് എളുപ്പം തീ കാണുമ്പോഴേ വേവുന്ന മീനാണ്, കട്ടിയില്ലാത്ത മീനാണ്. പെട്ടെന്ന് വേവൊന്ന് തിളയ്ക്കുമ്പോഴേ വേവും. നമ്മൾ മീൻ പറക്കിയിട്ടിട്ട് ഒരുപാട് നേരം ഇട്ടത് വേവിക്കാൻ നിൽക്കണ്ട. മീൻ വെന്ത് കഴിഞ്ഞാൽ ഇത് അടന്ന് പോകും. പിന്നെ തവിയൊക്കെ ഇട്ടാൽ തവി ആവശ്യമില്ലാതെ ഇട്ട് ഇളക്കരുത്. മീനെല്ലാം പറക്കി ഇട്ടതിന് ശേഷം നമുക്ക് തവി കൊണ്ട് ഇപ്പം ഒന്ന് ഇളക്കി പിന്നെ ആ എരിവൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കാം. അതിനകത്തൊന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടി. വെന്ത് കഴിയുമ്പോൾ അധികം ഇട്ട് തവിയിട്ട് ഇളക്കിയാൽ മീൻ ഉടഞ്ഞു പോകും. അന്നേരം തവി ഇടരുത്. ഇപ്പം തവിയും കൊണ്ടൊന്ന് ഇളക്കാം. ഇളക്കി തേട്ട് ഇളക്കിയിട്ട് ചാറ് അല്ലാതെ പിടിക്കണം. എന്നിട്ട് നമുക്കിനി ഇത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഏകദേശം 5 മിനിറ്റായി. നല്ലോണം തിളച്ചു, ഏകദേശം വേവായി മീൻ. ഇനി നമുക്ക് ഇത് ഒന്ന് പറ്റണം. അതിന് ലോ ഫ്ലെയിമിലിട്ടൊരു 3 മിനിറ്റും കൂടി. ഇനി നമുക്കിതെടുത്തൊന്ന് ചുറ്റിക്കാം. തവി ഇടാതെ ഒന്ന് ചുറ്റിയിട്ട് ഇങ്ങനെ വയ്ക്കാം. ചെറിയ തീയിൽ ഒരു 3 മിനിറ്റ് ഇരുന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ ചെറുതായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഇച്ചിരി കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം പറ്റി നല്ല കളറായി വരുന്നുണ്ട്. നമുക്ക് ഇതിനിടയിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.